ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടന. ഭരണഘടനയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മുൻപായി നിർബന്ധമായും ഓർത്തിരിക്കേണ്ട എന്നാൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശമാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ്. മൗലികാവകാശങ്ങൾ ഓർത്തിരിക്കുക, 6 എണ്ണമാണ് മൗലികാവകാശം. ഭരണഘടന നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് 7 എണ്ണമായിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എണ്ണം. അതിൽ നിന്ന് പിന്നീട് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒഴിവാക്കി. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. ഓർത്തിരിക്കുക, ഈ ഭരണഘടനയിൽ നിന്ന്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കിയ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. 1978 ഭേദഗതി പാസ്സായത്. 1979 ഭേദഗതി നിയമം നിലവിൽ വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ജനതാ ഗവൺമെന്റിന്റെ മൊറാർജി ദേശായി ആയിരുന്നു. അതും കൂടി ഓർത്തു വയ്ക്കണം. ആരായിരുന്നു? മൊറാർജി ദേശായി. അവിടുത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. ഓക്കെ, മുമ്പ് 31-ാം ഭാഗത്തിലായിരുന്നു, ആർട്ടിക്കിൾ 31-ലായിരുന്നു എന്ത് സ്വത്തവകാശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 300A വകുപ്പാണ്, നിയമാവകാശമാണ്. പണ്ട് 3-ാം ഭാഗം മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഭാഗം 3 ഇപ്പോൾ അത് ഭാഗം 12-ലാണ്. ഭാഗം 12-ലാണ്. ഓർത്തിരിക്കുക, 300A പുതുത്, നിയമാവകാശമാണ് ഇപ്പോൾ സ്വത്തവകാശം. അതുപോലെ തന്നെ അത് ഭാഗം 12-ലാണ്. പണ്ട് ഭാഗം 3-ലായിരുന്നു മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. 6 മൗലികാവകാശങ്ങളാണ്. ആദ്യകാലത്ത് 7-ൽ നിന്ന് സ്വത്തവകാശം നീക്കി. ആരാണ് നീക്കിയത്? മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ്. ഏതാ ഭേദഗതി? 44-ാം ഭേദഗതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. 78-ലാണ് 44-ാം ഭേദഗതി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമാവകാശം കൂടി ഓർത്തു വെച്ചോളൂ. അനുച്ഛേദം 326 പ്രായപൂർത്തി വോട്ടവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ലോക ബാലവേല വിരുദ്ധ ദിനം, അതൊന്ന് ഓർത്തു വെച്ചോളൂ. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, ബാലവേല തടയാൻ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ, മറക്കണ്ട. ബാലവേല തടയാൻ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, അതുപോലെ തന്നെ ബാലവേല തുടങ്ങിയ തടയുന്നതിന് ശിശുക്ഷേമ വകുപ്പ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേര് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ്, ശരണാലയം. ഇപ്പൊ ശരണാലയം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? വിവിധ ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവയൊക്കെ തടയാനായി ശിശുക്ഷേമ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണെന്ത്? ശരണാലയം. അപ്പൊ അനുച്ഛേദം 24 14 വയസ്സിൽ താഴെയുള്ളതാണ്. അനുച്ഛേദം 24 ബാലവേല നിരോധന നിയമം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും ഫാക്ടറിയിലോ ഖനിയിലോ അപകട സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രണമാണ് റെഗ്മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മാർക്ക് ഏതാണ്? അത് റെഗ്മാർക്കാണ്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗുഡ് വീവ്, ഇപ്പോൾ റെഗ്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഇപ്പൊ ബാലവേല ഏതാണ്? ആർട്ടിക്കിൾ 14 ബാലവേല, അല്ലെ? ആർട്ടിക്കിൾ 14 ബാലവേല. വേറൊന്നും കൂടി ആലോചിച്ചോളൂ. ആർട്ടിക്കിൾ 24 ബാലവേല. ആർട്ടിക്കിൾ 14 ഞാൻ പറയാട്ടോ. ആർട്ടിക്കിൾ 14 അതും കൂടി ഓർക്കണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമസമത്വമാണ് ആർട്ടിക്കിൾ 14. 24 അപ്പൊ ആർട്ടിക്കിൾ 34. ആർട്ടിക്കിൾ 34 ഇതിൻ്റെ ഒപ്പം ഓർത്തു വെച്ച് പോവാം. ആർട്ടിക്കിൾ 34 പട്ടാള നിയമാട്ടോ. ആർട്ടിക്കിൾ 34 പട്ടാള നിയമമാണ്. ആർട്ടിക്കിൾ 44 അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 44 ഏക സിവിൽ കോഡ്. പറയുമ്പോൾ ഇതിനൊപ്പാണ്ട് പറഞ്ഞു പോവാം, ഏക സിവിൽ കോഡ്. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, നിയമസമത്വം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിച്ചു.
ആർട്ടിക്കിൾ 34 പട്ടാള നിയമം, ആർട്ടിക്കിൾ 44 ഇമ്പോർട്ടൻ്റ് ആണ്. ഏക സിവിൽ കോഡ്, അത് ആർട്ടിക്കിൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് പാസ്സായിട്ടില്ല. ഏകീകൃത സിവിൽ കോഡ് ഗോവധ നിരോധനമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അത് വേണമെങ്കിൽ ഗവൺമെന്റിന് നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. നിയമപരമായ ഒരു സാധുതയും അത്തരം കാര്യങ്ങൾക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഈ ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചു. കറക്റ്റാണ്. ഈ ഭേദഗതിയിലൂടെ 21A വകുപ്പ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. അതും കറക്റ്റാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. രക്ഷാകർത്താക്കളുടെ മാത്രമല്ല, സൗജന്യവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ കൂടി ചുമതലയായി മാറി. ഓക്കെ, ഈ ഭേദഗതി പാസ്സാക്കിയത് 2014-ലാണ്. അതാണ് തെറ്റ്. ഭേദഗതി പാസ്സാക്കിയത് 2002-ലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ 4ആണ്, ബി 4ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A. ഒട്ടനവധി തവണയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 10th പ്രിലിംസിന് ചോദിക്കുന്നു, ഈ അടുത്ത് ചോദിക്കുന്ന ഉടനെ ധാരാളം സാധ്യതയുണ്ട് ഈ ചോദ്യം കയറി വരാൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഈ അനുച്ഛേദം നിഷേധിക്കുന്നു. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭേദഗതി 2002, പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-ന്, നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഓർത്തു വയ്ക്കാം, സ്കൂൾ പൂട്ടുക മാർച്ച് 31-ാം തീയതിയാണ്. ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നതെന്ന് വിചാരിച്ചാൽ മതി. അടുത്ത ജൂണിലാവുമ്പോഴേക്കും കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച ആൾ പ്രതിഭ പാട്ടീലാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ ഉൾപ്പെടുന്നു. ശരിയാണ്. 3-ാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശം. 4-ാമത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നിർദ്ദേശക തത്വം. അതായത് ഗവൺമെന്റിനുള്ള നിർദ്ദേശമാണ്. മൗലികാവകാശങ്ങൾ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെ? കോടതിയിൽ ചോദ്യം ചെയ്യാം നിഷേധിക്കപ്പെട്ടാൽ. നിർദ്ദേശക തത്വങ്ങൾ പറ്റില്ല കേട്ടോ. അപ്പൊ നിർദ്ദേശക തത്വങ്ങളിലായിരുന്നു സാധാരണ പഴയ കാലത്ത് ഇങ്ങനെ ഈ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം. പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായി ഭേദഗതി വന്നപ്പോഴോടുകയാണ് അത് സ്റ്റേറ്റിന്റെ ചുമതലയായി മാറിയത്. ഇന്ന് നമുക്ക് അത് അവകാശമാണ്. കാരണം 21A-ലാണ് വരുന്നത്, മൗലികാവകാശത്തിൽ വന്നു. ക്ലിയർ. മറ്റേത് നിർദ്ദേശക തത്വത്തിൽ കിടക്കുമ്പോൾ അത് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവകാശം കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4-ലാണ്. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് മൗലികാവകാശങ്ങളാണ്. മാത്രമല്ല ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അധികവും കിടക്കുന്നത് ഈ എന്തിലാണ്? ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മളിത് കടം കൊണ്ടിട്ടുള്ളത്. ഓർത്തു വയ്ക്കുക. നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നടപടി എടുക്കാവുന്നതാണ്. അല്ല, ജസ്റ്റിഫയബിൾ അല്ല. ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളത് മൗലികാവകാശം. കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു? അയർലൻഡിൽ നിന്ന് കടമെടുത്തു. ഇതിന് രാഷ്ട്രത്തിന്റെ പ്രകടന പത്രിക എന്ന് പറയും. പക്കിയ കൊള്ളാം, രാഷ്ട്രത്തിന്റെ പ്രകടന പത്രിക. അപ്പോ നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടായിരുന്ന ഒന്നാണ് പിന്നീട് അതായത് ഗവൺമെന്റിനുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തിയ നന്ന്, ഇത്രയേ ഉള്ളൂ. നടത്തണം എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റിഫയബിൾ അല്ല, നിർദ്ദേശകമാണ്. ഇതിനെ ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്, തേജ് ബഹാദൂർ സപ്രൂ കമ്മിറ്റി. ഏതാണത്? തേജ് ബഹാദൂർ സപ്രൂ കമ്മിറ്റി. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? 4-ആണ്. ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ ആരാണ്? ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ, ഒരു കൺഫ്യൂഷനൊക്കെ വരാം. ഗവർണറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും വന്നിട്ടില്ല, ഉപരാഷ്ട്രപതിയാണ്. ഇപ്പൊ ഇന്ത്യയിലെ പ്രഥമ പൗരനോ? രാഷ്ട്രപതി. സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ആരെയാണ്? ഗവർണർ. ഇന്ത്യയിലെ പുതിയ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു. എന്നാ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്? 2020 ജനുവരി 10-നാണ് ഇന്ത്യയിൽ പുതിയ പൗരത്വ നിയമം നിലവിൽ വന്നത് കേട്ടോ. അത് ഓർത്തു വെച്ചോളുണ്ടു. ഇന്ത്യൻ പൗരത്വം 5 രീതിയിൽ ആർജിക്കാം. ഏതൊക്കെയാണ്? പരിത്യാഗം, നമുക്ക് കളയാം, ഇന്ത്യൻ പൗരത്വം വേണ്ട. നിർത്തൽ ചെയ്യലുണ്ട്, പൗരത്വാപഹാരം എന്നീ രീതികളിൽ പൗരത്വം നഷ്ടപ്പെടാം. അങ്ങനെ 5 രീതികളുണ്ട്. ഓക്കെ,
രാജ്യസഭാ ചെയർമാൻ ആകേണ്ട കുറഞ്ഞ പ്രായം ഏതാണ്? 35 വയസ്സാണ് രാജ്യസഭാ ചെയർമാൻ ആകേണ്ട കുറഞ്ഞ പ്രായം. 35 വയസ്സാണ് രാജ്യസഭാ ചെയർമാൻ ആകേണ്ട കുറഞ്ഞ പ്രായം. രാജ്യസഭാ ചെയർമാൻ ആവുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ ചെയർമാൻ ആവുന്നത്. ഉപരാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള പ്രായം എത്രയാണ്? 35 അതുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 35. ഓക്കെ, ക്ലിയർ ആവല്ലോ? അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട അനുച്ഛേദത്തിന്റെ എണ്ണം എത്രയാണ്? 80. അനുച്ഛേദം ഏതാണ്? 80. കേരളത്തിലെ രാജ്യസഭാ സീറ്റ് 9, ലോക്സഭാ സീറ്റ് 20, നിയമസഭാ മണ്ഡലം 140. ഓർമ്മയുണ്ടല്ലോ? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാ? അത് ആർട്ടിക്കിൾ 32 കേട്ടോ. ശ്രദ്ധിക്കണം, ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള പരിഹാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ 6ാമത്തെ മൗലികാവകാശമാണ്. ഓക്കെ, അതായത് നമുക്ക് 5 മൗലികാവകാശങ്ങൾ പ്ലസ് 1. അതെന്താ? ഈ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ടാൽ നമുക്കത് കോടതിയെ സമീപിക്കാം, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്. നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ചോദ്യം ചെയ്യാം. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നുകൊണ്ട് തന്നെ പറയും. അതിൻ്റെ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. അതായത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാം. അത്തരം ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആ റിട്ടുകൾ 5 തരമാണ്. നമുക്ക് ചോദ്യം വരുന്നുണ്ട്, അപ്പോൾ പറയാം. ഓക്കെ, ആ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കും. ഹൈക്കോടതിയിലും ഇത് ചോദ്യം ചെയ്യാം. പക്ഷെ ഹൈക്കോടതിക്ക് വകുപ്പ് വേറെയാണ് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി. എന്നാൽ താൽക്കാലിക അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6 യോഗം ചേർന്നത്. 1946 ഡിസംബർ 9 പ്രാഥമിക യോഗം ചേർന്നപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെയാണ് ഏറ്റവും മുതിർന്ന അംഗം. ആ മുതിർന്ന അംഗമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സച്ചിദാനന്ദ സിൻഹയെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ ഡിസംബർ 11 വീണ്ടും യോഗം കൂടി സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനയുടെ അധ്യക്ഷൻ, സ്ഥിരം അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സ്ഥിരം അധ്യക്ഷൻ, ഇതൊക്കെ ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ താൽക്കാലിക അധ്യക്ഷനെ ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ യോഗം ചേർന്ന ദിവസം 1946 ഡിസംബർ 9 ഡിസംബർ 6 പിന്നീട് ഡിസംബർ 9 എന്ത് ചെയ്യുന്നത്? യോഗം ചേരുന്നത്. ആദ്യം രൂപീകൃതമായത് ഡിസംബർ 6, ഡിസംബർ 9 രൂപീകൃതമായി. ആ രൂപീകൃതമായ യോഗത്തിൽ ഏറ്റവും പ്രായമുള്ള ആളായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചേർന്നത്. അതുകൊണ്ട് അതിന്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീട് ഡിസംബർ 11 ആരെ തെരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഓർത്തു വെച്ചോളൂ, 207. 2, 7, 9 ഇവിടെ ഉണ്ട് അതിന്റെ കണക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന മാർഗനിർദ്ദേശ തത്വങ്ങളിലെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ആർട്ടിക്കിൾ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ അവശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഓക്കെ, അതുപോലെ ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ് കേട്ടോ. നമ്മൾ കടം കൊണ്ടത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ രൂപീകരണമാണ്. അതൊക്കെ നിർദ്ദേശക തത്വങ്ങളിലായിരുന്നു. പിന്നീടാണ് നമുക്കറിയാം 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ പിന്നീട് അതെന്തായി മാറി? നിയമപരമായിട്ട് മാറി. അതിന് മുന്നേക്ക് അത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 40 ഗോവധ നിരോധനം 48. അതുപോലെ ഓർത്തു വെക്കുക,
ഏക സിവിൽ കോഡ് 44. ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളിലാണ് കിടക്കുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ ഏതെല്ലാം? മതേതരത്വം, സോഷ്യലിസം, ഇത് രണ്ടുമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചത്. അതായത് 42, 44 നിങ്ങൾക്ക് മാറിപ്പോകരുത്. 44ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ സ്വത്തവകാശ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നമ്മൾ നേരത്തെ കണ്ടില്ലേ. 42 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അടിയന്തരാവസ്ഥയ്ക്ക് അവിടെ ഒരു സമയം ആ നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ടെനൂറിലാണ് അടിയന്തരാവസ്ഥ കാലത്തല്ല, ടെനൂറിലാണ് 1972 എന്ത് വരുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതിലൂടെ ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഒരേ ഒരു ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ആ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതും. ഭരണഘടനയിലെ ആമുഖം അടങ്ങിയ പേജിനെ മനോഹരമാക്കിയത് രമണോഹർ സിൻഹയാണ് അതിനെ ഭംഗിയാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ ഇവിടുന്ന് കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട നമുക്കറിയാലോ ആ പുസ്തകം, ആ കാര്യങ്ങളൊക്കെ റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ്. പ്രധാനമന്ത്രി പദവി കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാട്ടോ. ഓക്കെ, ആമുഖം, ലിഖിത ഭരണഘടന, മൗലികാവകാശങ്ങൾ ഇതൊക്കെ അമേരിക്കയിൽ നിന്നാണ്, ഓർത്തിരിക്കുക. അവശിഷ്ടാധികാരങ്ങൾ കനഡയിൽ നിന്നാണ്. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താ? മാൻഡമസ് എന്നുള്ള റിട്ടിന്റെ അർത്ഥം എന്ത് അധികാരം എന്നുള്ളതാണ്. ഓക്കെ, അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനം നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആകെ 5 റിട്ടുകളാണ്. അതിലാണ് ഒന്നാണ് ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാണ് ഹേബിയസ് കോർപ്പസ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. തടയുക എന്നുള്ളതാണല്ലോ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി. സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത് വനിതാ ബില്ലാണ് അല്ലേ? ഏതാണ് ഇവിടെ ഉള്ളത്? നിയമനിർമ്മാണ സഭകളിലെ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്, സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിലാണ്. പുതിയ പാർലമെന്റ് മന്ദിരം വന്നല്ലോ. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് 2023 സെപ്റ്റംബർ 19-നാണ് അവതരിപ്പിച്ചത്. ഓർത്തു വെച്ചോളൂ, 2023 സെപ്റ്റംബർ 19-ന്. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്, കേന്ദ്ര നിയമ മന്ത്രി അർജുൻ റാം മേഘ്വാൾ. ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 19-ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു, പാസാക്കിയത് സെപ്റ്റംബർ 20-ന്. രാജ്യസഭയിൽ പിറ്റേ ദിവസം തന്നെ പാസാക്കി. അപ്പൊ 19, 20, 21 സെപ്റ്റംബർ മാസം 2023 ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി. 7 ദിവസം കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതെന്തായി മാറി? ഭേദഗതിയായി മാറി. അപ്പൊ ഇത് നന്നായിട്ട് അറിയണം, അവസാനത്തെ ഭേദഗതി ആയതുകൊണ്ട്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിലാണ് ബില്ല് അവതരിപ്പിച്ചത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം വരുള്ളൂ. കാരണം 33% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നതാണ് ലോക്സഭയിൽ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ നടക്കുള്ളൂ. 2026 നടക്കുന്ന സെൻസസിന് ശേഷമേ മണ്ഡല പുനർനിർണയം നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബില്ലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 33% സംവരണം. ലോക്സഭയിലുണ്ട്, സംസ്ഥാന നിയമസഭയിലുണ്ട്. എന്നാൽ രാജ്യസഭയിലില്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട് സംസ്ഥാനത്തും, അതുപോലെ തന്നെ രാജ്യസഭയിലില്ല. സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട്. പക്ഷേ സംസ്ഥാന നിയമസഭകളിൽ 33% ഉണ്ട്. 2 സഭകളുണ്ട് ചില സംസ്ഥാനങ്ങൾക്ക്, അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്കില്ല. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി തുടങ്ങിയ എന്നിവിടങ്ങളിലും സംവരണമില്ല. ബിൽ നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ദിവസം മുതൽ 15 വർഷത്തേക്ക് ശേഷം 15 വർഷത്തേക്ക് അത് പ്രാബല്യമുണ്ടാവും. പിന്നീട് വേണമെങ്കിൽ കാലാവധി നീട്ടാം.
SC മണ്ഡലങ്ങളിൽ SC ST മണ്ഡലങ്ങളിലും 33% വനിതാ സംവരണ മണ്ഡലമായിട്ട് മാറും. OBCക്ക് പ്രത്യേക കോട്ടയില്ല. ലോക്സഭയിൽ 181 സീറ്റുകൾ സ്ത്രീകൾക്ക് കിട്ടും. സന്തോഷിച്ചോ? 181 കിട്ടും. ഒരു പയക്കിടാൻ നോക്കിക്കോ. 106ാം ഭരണഘടനാ ഭേദഗതിയാണ് 2029 ആണ് നിയമം നിലവിൽ വരുള്ളൂ. 2026 സെൻസസ് കഴിഞ്ഞ് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞിട്ടേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നു. നമുക്കിന്ന് രാത്രി ഒരു കറണ്ട് അഫയേഴ്സിന്റെ എന്തുണ്ടായിരിക്കും, ഒരു മറ്റേ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് 2024 വരെ ചോദിച്ച 2024 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, 2024 ജനുവരി മുതൽ ഏതുവരെയുള്ള സെപ്റ്റംബർ വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.